ലൈംഗിക അതിക്രമ കേസിൽ സംവിധായകൻ PT കുഞ്ഞുമുഹമ്മദിന്റെ മുൻകൂർ ജാമ്യം തിരുവനന്തപുരം ജില്ലാ കോടതിയാണ് മുൻകൂർ ജാമ്യം അനുവദിച്ചത്. PT കുഞ്ഞുമുഹമ്മദ് കടന്നുപിടിച്ചെന്ന ചലച്ചിത്ര പ്രവർത്തകരുടെ പരാതിയിലായിരുന്നു കേസ്. സിജോ വി ജോണുണ്ട് വിവരങ്ങൾ നൽകാനായി. സിജോ, വിശദാംശം. തിരുവനന്തപുരം ജില്ലാ കോടതിയാണ് PT കുഞ്ഞുമുഹമ്മദിന് മുൻകൂർ ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. ഉപാധികളോടെയാണ് ജാമ്യം നൽകിയിരിക്കുന്നത്. അന്വേഷണ ഉദ്യോഗസ്ഥർ എപ്പോൾ വിളിച്ചാലും ഹാജരാകണം എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ ജാമ്യ വ്യവസ്ഥയിലുണ്ട്. ഉത്തരവിന്റെ പകർപ്പ് പുറത്തു വരുന്നേയുള്ളൂ. അതിനുശേഷം മാത്രമേ എന്തൊക്കെ കാര്യങ്ങളാണ് എന്ന് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭ്യമാകുകയുള്ളൂ. എന്തായാലും ഇത് തനിക്കെതിരെയുള്ളതൊരു വ്യാജ പരാതിയാണ് എന്നുള്ളതായിരുന്നു PT കുഞ്ഞുമുഹമ്മദ് കോടതിയിൽ ചൂണ്ടിക്കാണിച്ചിരുന്നത്. താൻ ഈ ചലച്ചിത്ര പ്രവർത്തകരോട് അപമര്യാദയായി പെരുമാറിയിട്ടില്ല എന്നുള്ള അദ്ദേഹം പറഞ്ഞിരുന്നു. കഴിഞ്ഞ നവംബർ 6-നാണ് ഇത്തരത്തിലൊരു സംഭവം നടന്നതായി ആരോപിക്കപ്പെടുന്നത്. അതിനുശേഷം നവംബർ 27-നാണ് പരാതി നൽകുന്നത്. 21 ദിവസം നൽകി വൈകി ഇത്തരത്തിലൊരു പരാതി വരുന്നതിൽ ദുരൂഹതയുണ്ടെന്നുള്ള ഒരു കാര്യവും ഈ ജാമ്യാപേക്ഷയിൽ ചൂണ്ടിക്കാണിച്ചിരുന്നു. മാത്രമല്ല, ഈ സംഭവം നടന്നതെന്ന് പറയുന്നതിന്റെ തൊട്ടടുത്ത ദിവസം ഈ ചലച്ചിത്ര പ്രവർത്തക PT കുഞ്ഞുമുഹമ്മദിന് ഒരു മെസ്സേജ് അയച്ചിരുന്നു. ഇതിന്റെ സ്ക്രീൻഷോട്ട് ഉൾപ്പെടെയാണ് കോടതിയിൽ ഹാജരാക്കിയിരുന്നത്. പ്രോസിക്യൂഷൻ മുൻകൂർ ജാമ്യം നൽകുന്നതിനെ ശക്തമായി എതിർത്തിരുന്നു. കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യേണ്ടത് ആവശ്യമാണ് എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. മാത്രമല്ല, ഈ പരാതിയിൽ പ്രഥമ ദൃഷ്ട്യാ കഴമ്പുണ്ടോ എന്നുള്ള ഒരു വാദമാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ ചൂണ്ടിക്കാണിച്ചിരുന്നത്. ഈ ചലച്ചിത്ര പ്രവർത്തകർ പറയുന്ന സമയത്ത് PT കുഞ്ഞുമുഹമ്മദും ഈ പരാതിക്കാരിയും ഹോട്ടലിൽ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് സംബന്ധിച്ച തെളിവുകൾ ഉണ്ടായിരുന്നു. അതിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഈ വാദങ്ങളെല്ലാം പരിഗണിച്ചതിന് ശേഷം PT കുഞ്ഞുമുഹമ്മദിന് മുൻകൂർ ജാമ്യം അനുവദിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. എന്തായാലും ഈ ജാമ്യാപേക്ഷയിൽ തീരുമാനമായതിനു ശേഷം PT കുഞ്ഞുമുഹമ്മദിനെ ചോദ്യം ചെയ്യാനാണ് തീരുമാനിച്ചിരുന്നത്. വൈകാതെ തന്നെ PT കുഞ്ഞുമുഹമ്മദിന്റെ ചോദ്യം ചെയ്യലിലേക്ക് അന്വേഷണ സംഘം കടക്കുകയും ചെയ്യും. ശരി, സിജോ വി ജോണാണ് വിവരങ്ങൾ നൽകിയത്.